ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഷെഫ് ലാരോഡിൻ ഹിയർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വ്ളോഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ വീഡിയോ കണ്ടുപോയാൽ മാത്രം പോരാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ എണീറ്റിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ കാണിച്ചത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിരുന്നു. നമ്മളൊരു 10 മണിക്ക് ശേഷം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ച് കഴിക്കാമെന്നാണ് ഓർത്തത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കുമല്ല, നമ്മളെ സ്വന്തം അതിരപ്പള്ളിയിലേക്കാണ്. ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ളവർക്കൊക്കെ അറിയാനുണ്ടാവും അതിരപ്പള്ളി വാഴച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അവിടെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഒരു കടയാണ് കേട്ടോ, ദാസേട്ടൻ്റെ കട എന്നാണ് പറയുക. ഒരു അടിപൊളി മീൽസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. എല്ലാവരും പോയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ എന്ത് പറയുന്നോ എല്ലാവരും സെറ്റാക്കി കൊണ്ടുവന്ന് തരും. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിച്ചത്. അതായത് അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ ഒക്കെ മുന്നേ ആയിട്ടാണ് നമ്മൾ ഒരു റിസോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റിസോർട്ടിലത്തെ കാര്യങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ റിസോർട്ടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. അവിടെ നിന്നാണ് നമ്മളത് കയറി കഴിച്ചത്. അവിടെ എല്ലാതരം ഡിഷസും ഉണ്ട് കേട്ടോ. നമ്മൾ ഫിഷിൻ്റെ സാധനങ്ങൾ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇനി ഫിഷിൻ്റെ ഇടയിൽ ഇനി ചിക്കനും ബീഫൊക്കെ ആഡ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫിഷ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്യില്ല, എല്ലാവരും മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഓർഡർ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തിലോപ്പിയുടെ പൊള്ളിച്ചതാണ് കേട്ടോ, വാഴയിലയിൽ പൊള്ളിച്ചിട്ടുള്ള തിലോപ്പിയാണ്. അതുപോലെ തന്നെ ഇത് ചൂട പൊരിച്ചത്, നമ്മളവിടെ ചൂടാന്നാണ് പറയുക, ചിലർ നത്തോലി ബത്തൽ എന്നൊക്കെ പറയും. അതുപോലെ ഇത് മോദ എന്ന് പറഞ്ഞ ഇതൊരു മീനാണെന്ന് പറഞ്ഞു. അതേപോലെ വീണ്ടും ചൂട പൊരിച്ച എല്ലാവർക്കും ഇഷ്ടമായ കാരണം അങ്ങനെ മേടിച്ച്. പിന്നെ നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്തത്, അങ്ങനെ എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെമ്മീൻ കറി അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യാണ്, നമ്മൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ബ്രദർ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളി എത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ നമ്മൾ റിസോർട്ട് കിടക്കുന്നത്. അപ്പോൾ ഡ്രീം വേൾഡൊക്കെ കാണുന്നുണ്ട്. ഡ്രീം വേൾഡിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെയൊക്കെയാണ് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകാമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഭാഗത്ത് കൂടെയാണ് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മളിവിടെ നമ്മളെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറി വന്നിട്ടുള്ള ഒരു ഭാഗത്തുള്ളൊരു ചെറിയൊരു വ്യൂ ആണ് ഇത്. അതുപോലെ ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു വാട്ടർഫോളിൻ്റെ അതിരപ്പള്ളിയിൽ നിന്നുള്ള ഒരു ഇത് വരുന്ന ഒരു വാട്ടർഫോളാണിത്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലൊന്നുമല്ല, അവിടെ അടുത്ത് പോയി നിന്നിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുക. നമ്മൾ റൂമിലേക്ക് കയറി. ഇതാണ് നമ്മൾ 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഞാനും ഹസ്ബൻഡും അതുപോലെ എൻ്റെ ബ്രദറും പിന്നെ വാപ്പയും ഉമ്മയും കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം സ്പേസ് ഉള്ളൊക്കെ ഒരു റൂം തന്നെയാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഈ റൂമിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് നമുക്ക് നല്ല വ്യൂ ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഒരു ഇത് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ മുകളിൽ നമ്മളെ ബാൽക്കണിയിൽ നിന്നാലും അതുപോലെ തന്നെ താഴെ ഇറങ്ങിയാലൊക്കെ ഉള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ താഴത്ത് ഇറങ്ങിയിട്ട് ഒരു പൂളിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് നൈറ്റ് ടൈമിൽ പൂൾ അവൈലബിൾ ആണ്, പ്രൈവറ്റ് പൂളൊന്നുമല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അപ്പുറത്ത് വെള്ളമുണ്ടല്ലോ, അവിടെ ഇറങ്ങണം എന്നുള്ള ഒരു ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മളെ പൂളിൻ്റെ ഏരിയ. നൈറ്റ് ആകുമ്പോൾ നല്ല രസമാണ്. ഞാൻ നൈറ്റായിട്ടുള്ള ടൈമിലുള്ളതും ഞാൻ കാണിക്കാം. ഇത് നമുക്ക് നമ്മളെ ബാക്ക് സൈഡിൽ നിന്നാൽ കാണുന്ന ഒരു മലയാണ് കേട്ടോ ഇത്. അവിടെ നല്ല രീതിയിൽ പച്ചപ്പൊക്കെ ഉള്ളൊരു ഭാഗമായിട്ടാണ് കാണുന്നത്. ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണത്. ആ ഭാഗത്താണ് എപ്പോഴും ആന ഇറങ്ങുന്നതെന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു തന്നു നമുക്ക് ഒരു സ്റ്റോറീസൊക്കെ. അവിടെ എപ്പോൾ നോക്കിയാലും ആന, കുട്ടികളും ആനയൊക്കെ കുളിക്കുന്നതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയ സമയത്ത് നല്ല മഴ പെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് അവിടെ അലൗഡ് അല്ലായിരുന്നു നമുക്ക് ഇറങ്ങാനെങ്കിലും. പിറ്റേ ദിവസമായപ്പോൾ ഈ ഫ്ലോ ഒക്കെ ഒന്ന് കുറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിട്ടോ. അപ്പോൾ
താഴെ ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇതന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റിസോർട്ടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന റിസോർട്ടിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ എൻകറേജ് എന്ന് പറയും. എൻകറേജ് റിസോർട്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തും ഒരുപാട് റിസോർട്ടുകളുണ്ട്. നമ്മളിതാണ് ചൂസ് ചെയ്തത്. ദെൻ അന്ന് നൈറ്റ് കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പുട്ട്, അതുപോലെ ഇഡ്ഡലി, ഉപ്പുമാ, അതുപോലെ തന്നെ കടലക്കറി, സാമ്പാർ, പിന്നെ എഗ്ഗ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, ബട്ടർ, ജാമൊക്കെ കൂടെ ഉള്ളതായിരുന്നു. ഞാൻ ബ്രെഡ് ടോസ്റ്റും അതുപോലെ തന്നെ എഗ് ബോയിൽ ചെയ്തതും ജ്യൂസും അതേപോലെ കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ഡേ അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 11 മണിയൊക്കെ ആയതിനു ശേഷം നമ്മൾ പുള്ളിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും ഹസ്ബൻഡ് ഒപ്പം കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ കളിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഈ എന്താ പറയുക കോഫിയും ഐറ്റംസും ഇങ്ങനെ നമുക്ക് ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഇതിങ്ങനെ ഇരിക്കണം കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെ നമ്മളത് യൂസ് ചെയ്യാതെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് അവിടെ ഓൾറെഡി അവർ കോഫി തന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നൈറ്റ് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു. അതിന് മുന്നേ നമ്മൾ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ പൂളിൽ ഇറങ്ങാമെന്ന് വെച്ചു. ഇതാണ് നൈറ്റിലുള്ള പൂളിൻ്റെ അവിടുത്തെ വ്യൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർ താഴെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തന്ന്, അതുപോലെ തന്നെ ഒരു വാട്ടർഫോൾ പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ബ്രദറും അതുപോലെ തന്നെ ഹസ്ബൻഡും പൂളിൽ ഇറങ്ങിയിട്ട് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ആഫ്റ്റർ നമ്മൾ നൈറ്റ് പുറത്ത് ചിക്കൻ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് അവിടെ പോയിട്ടാണ് കഴിച്ചത്. ഡിന്നർ കഴിച്ചതിന് വന്നിട്ട് നമ്മൾ അന്ന് രാത്രി ഉറങ്ങി. നെക്സ്റ്റ് ഡേ ഉള്ള ഒരു വ്യൂ ആണ്. മോർണിംഗിൽ ഞാൻ എണീറ്റിട്ട് മോർണിംഗിൽ എടുത്താന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ നല്ല നേരത്തെ എണീറ്റ് വീഡിയോ ഒക്കെ എടുത്തതെന്നല്ല. ഞാൻ നല്ലോണം ഉറങ്ങി എണീറ്റിട്ട് ഒരു 10 മണിയാകുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ആ സമയത്ത് ഏകദേശം വെള്ളമൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ എപ്പോഴും ആന ഉണ്ടാവുകയെന്ന് പറയാറ്. അവർ എപ്പോഴും ആനക്കുട്ടിയുള്ള ആ ഭാഗത്താണ് ഉണ്ടാവാറെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോയതിൻ്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ വെള്ളം കൂടുതലായ കാരണം അവിടെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യണം. നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മൾ റിസോർട്ടിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കാരണം എൻ്റെ ബ്രദറിനെ ഇന്ന് നൈറ്റ് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോകുന്നത്. അവിടെ ആ ഒരു ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ റംബൂട്ടാൻ്റെ ഒരു ഏരിയ ആണ്. ഈ അതിരപ്പള്ളി അതുപോലെ തന്നെ ഈ അങ്കമാലി ആ ഭാഗം അങ്ങോട്ട് വിട്ടാൽ ഫുള്ള് റംബൂട്ടാനാണ് കേട്ടോ, എല്ലാ മരത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊരു വീട്ടിൽ നിന്ന് പൊട്ടിക്കണത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു 3 kg മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് നമ്മളത് അത്രയും മേടിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് തന്നെയാണല്ലോ. അത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല മധുരിപ്പുള്ള ഒരു റംബൂട്ടാൻ തന്നെയാണ് മേടിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിലിരുന്ന് അതൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ച കാരണം നമുക്ക് ലഞ്ചിൻ്റെ ടൈം ആകുമ്പോൾ എത്തിയാൽ മതി. അപ്പോൾ ഏകദേശം ഒരു ചേറ്റുവ ഭാഗം എത്തിയപ്പോഴാണ് കേട്ടോ നമുക്ക് ലഞ്ചിൻ്റെ ടൈം എത്തിയത്. അങ്ങനെ അവിടെ നിന്ന് ഒരു സീ ഫുഡിൽ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കയറിയതായിരുന്നു. കാരണം നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോഴോ ഈ ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റംസ് ആയിരിക്കുമല്ലോ കൂടുതൽ കഴിക്കുക. അപ്പോൾ ആ ഒരു ചേറ്റുവ ഏരിയ എന്ന് പറയുമ്പോൾ ഫിഷിനൊക്കെ ഇത് കണ്ടപ്പോൾ നമ്മൾ ഫിഷ് ഐറ്റംസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സീ ഫുഡിൽ നമ്മൾ കയറിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്ര ഹൈജീനൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതി കണ്ടപ്പോൾ നമ്മളവിടെ കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തതാണത്. അതുപോലെ ഇത് നമ്മൾ കരിമീൻ പൊള്ളിച്ചതാണ്, വാഴയിലയിൽ
പൊള്ളിച്ച കരിമീനായിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ചെമ്മീൻ റോസ്റ്റും അല്ല കറിയും അല്ലാത്ത രീതിയിലുള്ളൊരു ടൈപ്പ് സംഭവമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഭയങ്കര ഓയിലി ആയിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളെ കരിമീനും കുഴപ്പമില്ലാത്തൊരു മസാല തന്നെയായിരുന്നു. പിന്നെ ഒരു കരിമീൻ ഫ്രൈയും കൂടെ, തവ ഫ്രൈയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് അവർ തരുന്നത് നമുക്ക് സാധാ നമ്മളെ ചോറല്ല തരുന്നത്, നമ്മൾ ബസ്മതി റൈസ് ബോയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അവരിവിടെ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊറോട്ട അതുപോലെ തന്നെ ബട്ടർ നാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്യാം. ബട്ട് ഞങ്ങൾ ഉച്ചക്കായ കാരണം ഞങ്ങൾ ഇതാണ് ഓർഡർ ചെയ്തത്. അതായത് നമ്മൾ ബസ്മതി റൈസ് ബോയിൽ ചെയ്തതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ചെമ്മീൻ്റെ ഗ്രേവി കുഴപ്പമില്ല, ഒരു ഓക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് ഓയിലായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. അതുപോലെ ഞാനിപ്പോൾ ഈ ഫുഡിൻ്റെ റിവ്യൂ പറയണത് നമ്മൾ കയറിയിട്ട് കഴിച്ചതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കറിയായിരുന്നു, ബട്ട് നല്ല ടേസ്റ്റി ആണെന്ന് പറയാൻ മാത്രമല്ല. അപ്പോൾ പിന്നീടാണ് ചേറ്റുവ പാലിറങ്ങിയപ്പോൾ നമ്മൾ കക്കയിറച്ചി, കല്ലുമ്മക്കായ, അതുപോലെ നമ്മളെ കക്കയിറച്ചി എന്ന് ചിലവർ പറയും, ചിലവർ എരുന്തെന്ന് പറയും. നമ്മളവിടെ കക്കയിറച്ചി എന്നാണ് പറയുക. അപ്പോൾ അത് ഫ്രഷാണെന്ന് കണ്ടപ്പോൾ നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. then തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.